നിശബ്ദമായിരുന്ന വിഴിഞ്ഞം മുക്കോലയെ നടുക്കി അർദ്ധരാത്രിയിൽ ഒരു കൂട്ടക്കൊലവിളി മുഴങ്ങി. ബാറിലുണ്ടായ നിസ്സാരമായ തർക്കം ഒരു മനുഷ്യന്റെ ജീവനെടുക്കുന്നതിലാണ് അവസാനിച്ചത്. 38 വയസ്സുകാരനായ സുമനെ നടുറോട്ടിലിട്ട് ചവിട്ടിക്കൂട്ടിയും തല്ലിച്ചതച്ചും കൊലപ്പെടുത്തിയ സഹോദരങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായത് മറ്റൊന്നാണ്. ഒരു മനുഷ്യൻ ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിന്നവർ, രക്ഷിക്കാൻ കൈനീട്ടുന്നതിന് പകരം മൊബൈൽ ക്യാമറ ഓൺ ചെയ്തവർ. കേരളത്തിന്റെ മനുഷ്യത്വം മരവിച്ചോ എന്ന ചോദ്യമുയർത്തുകയാണ് വിഴിഞ്ഞത്തെ ഈ കൊലപാതകം. ഇന്നലെ രാത്രി 10 മണിയോടെ വിഴിഞ്ഞം മുക്കോലയിലെ ഒരു ബാറിലാണ് സംഭവങ്ങളുടെ തുടക്കം. ബാറിനുള്ളിൽ ഷാൻ എന്ന യുവാവുമായി പ്രതി അച്ചു തർക്കത്തിലേർപ്പെടുന്നു. അനാവശ്യമായി തുടങ്ങിയ തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയപ്പോൾ സമാധാനിപ്പിക്കാനായി സുമൻ അവിടെ ഇടപെടുന്നു. എന്നാൽ ആ ഇടപെടൽ സ്വന്തം മരണത്തിലേക്കുള്ള വാതിലായിരിക്കുമെന്ന് സുമൻ കരുതിയിട്ടുണ്ടാവില്ല. രാത്രി 12 മണിയോടെ ബാറിന് പുറത്തിറങ്ങിയ സുമൻ അച്ചുവിനെ തല്ലിയതോടെ പക ആളിക്കത്തി. അച്ചു തന്റെ സഹോദരനായ അനന്തുവിനെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി. 2 സഹോദരങ്ങളും ചേർന്ന് പിന്നീട് സുമനെ വേട്ടയാടുകയായിരുന്നു. പുറത്തേക്കോടിയ സുമനെ പിന്തുടർന്ന് പിടികൂടി റോഡിലിട്ട് മൃഗീയമായി മർദ്ദിച്ചു. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണില്ലാത്ത ക്രൂരതയാണ്. മർദ്ദനമേറ്റ് അവശനായ സുമന്റെ ജീവൻ വെടിഞ്ഞു എന്നറിഞ്ഞിട്ടും പ്രതികൾ അടങ്ങിയില്ല. നിലത്ത് വീണ ശരീരത്തിൽ വീണ്ടും വീണ്ടും പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. ഈ വാർത്തയിലെ ഏറ്റവും ദാരുണമായ വശം മറ്റൊന്നാണ്. സുമൻ ക്രൂരമായി മർദ്ദനമേൽക്കുമ്പോൾ ബാർ ജീവനക്കാരുൾപ്പെടെ 12ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോലും അക്രമി സംഘത്തെ തടഞ്ഞില്ല. പകരം ബാർ ജീവനക്കാർ തങ്ങളുടെ ഫോണുകളിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സുമന്റെ പ്രാണൻ പിടയുമ്പോഴും ആരും ഇടപെട്ടില്ല. ഒടുവിൽ ബാറിലെ ബൗൺസർ മുളക് സ്പ്രേ ഉപയോഗിച്ചപ്പോഴാണ് അക്രമികൾ പിന്തിരിഞ്ഞത്. വഴിയിലൂടെ വന്ന യാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുമന്റെ ജീവൻ അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ പ്രാണൻ നിലച്ച ശരീരത്തോട് പോലും പക തീർത്ത് ആ സഹോദരങ്ങൾ മടങ്ങുമ്പോൾ അവിടെ ബാക്കിയായത് നിശബ്ദരായ കാഴ്ചക്കാരും മൊബൈൽ ഫോണുകളിൽ പകർത്തപ്പെട്ട മരണത്തിന്റെ ദൃശ്യങ്ങളും മാത്രം. ലഹരിമൂത്ത ക്രിമിനൽ ബുദ്ധിയും മരവിച്ച മനുഷ്യത്വവും ചേർന്ന് ഒരു ജീവൻ എടുക്കുമ്പോൾ വിഴിഞ്ഞം സാക്ഷിയായത് കേരളം ഇന്നുവരെ കാണാത്ത ക്രൂരതയ്ക്കാണ്. സ്വന്തം സുഹൃത്ത് അടികൊണ്ട് മരിക്കുമ്പോഴും വീഡിയോ എടുക്കാൻ വെമ്പുന്ന ഒരു തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? വിഴിഞ്ഞത്തെ കൊലപാതകം ഉയർത്തുന്ന ചോദ്യങ്ങൾ അനേകമാണ്.